നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് അൺബോക്സിങ്സ് ഒന്നും ഇല്ലായിരുന്നു, കാരണം കുറച്ച് പ്രോഡക്റ്റ്സ് ഡിലേ ആയിരുന്നു. അപ്പോൾ എത്താനായിട്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ലോഞ്ചായ നമ്മുടെ മൊബിസ്റ്റാറിൻ്റെ X1 നോച്ച് എന്ന് പറഞ്ഞൊരു ഫോണാണ് അൺബോക്സ് ചെയ്തിട്ട് ഓവർലുക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണ് ആദ്യം തന്നെ ഈ ഒരു ഫോണ് എന്താണ് ഈ ഒരു ഫോണിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മൊബിസ്റ്റാർ ഇത് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിലുള്ള ഒരു കമ്പനി തന്നെയാണ് മൊബിസ്റ്റാർ. പക്ഷേ അധികം ഫോണുകളൊന്നുമില്ല, അധികം പ്രശസ്തമല്ല. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം മൊബിസ്റ്റാർ എന്ന കമ്പനി. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ X1 നോച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ പടം ഇവിടെ ഉണ്ട്. പിന്നീട് നമുക്കിവിടെ ഒരു ഓഫറുണ്ട്, 2200 രൂപയുടെ ജിയോയുടെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ഉണ്ട്. നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് മെയിൻ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. 5.7 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. നോച്ച് വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ റിയർ ക്യാമറ, 30 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, ഫേസ് അൺലോക്ക്, സ്മാർട്ട് അൺലോക്ക്, ഡുവൽ വോൾട്ട്. അപ്പോൾ ഇത് 2 GB റാമിൻ്റെ വേരിയൻ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 2 GB റാം, 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8499 ആണ്. അതല്ലാണ്ട് വേറൊരു വേരിയൻ്റ് ഉണ്ട്, 3 GB റാം, 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. അതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9499. ബൈ ഫാർ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സ്പെസിഫിക്കേഷൻ തരുന്ന വേറെ ഫോണില്ല, കാരണം 10000 രൂപയ്ക്ക് അകത്ത് മാത്രം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് എൻ്റെ അകത്തുള്ള ഫോണിനെ ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഇവിടെ അതിനകത്ത് വരുന്നത്. സ്മാർട്ട് ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ എന്താണിത്, പൗച്ചായിരിക്കും അല്ലെങ്കിൽ ബാക്ക് കവർ ആയിരിക്കും. ഒരു യൂസർ മാനുവൽ, ദെൻ ഒരു സിലിക്ക ബാക്ക് കവർ. യൂഷ്വലി ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോൺസിലും കിട്ടുന്നത് തന്നെയാണ്. ഒരു നമ്മുടെ ചാർജിങ് ഡോക്ക്. അതെത്ര ഇൻപുട്ട് 240 വോൾട്ട്. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് അല്ല. പിന്നെ നമുക്ക് സിം ഇജക്ഷൻ ടൂളുണ്ട് ആൻഡ് ഒരു ഹെഡ്ഫോൺ ഉണ്ട്. ഹെഡ്ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാവരും ഫോൺ മേടിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഹെഡ്ഫോൺ. അപ്പോൾ ഹെഡ്ഫോൺ ഒന്നെടുത്ത് നോക്കാം. നമ്മുടെ സാംസങ്ങിൻ്റെ സാംസങ്ങിൻ്റെ ചില സ്മാർട്ട് ഫോൺസ് വാങ്ങുന്ന സമയത്ത് ഈ തരത്തിലുള്ള ഹെഡ്ഫോൺസ് കിട്ടും. അതുപോലെയാണെന്ന് തോന്നുന്നു, ക്വാളിറ്റി എനിക്കറിയത്തില്ല. ദെൻ നമ്മുടെ USB കേബിൾ. ഇത്രയാണ് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് കണ്ടൻറ്റൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡുവൽ ക്യാമറയാണോ? അല്ല, ഡുവൽ ക്യാമറ പോലെ തോന്നിക്കും. ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റ് ഉണ്ട് കേട്ടോ, അത് അടിപൊളി കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബാക്കിലത്തെ ആ ഒരു ഡിസൈൻ വൈസ് കൊള്ളാം. നമ്മുടെ ഓപ്പോ F9 പ്രോയും ഇതേപോലൊരു ഡിസൈനിലാണ് വന്നത്, ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നത്. പക്ഷേ ഈ ഒരു സാധനമില്ല, കണ്ടോ? ആ ഒരു ഇങ്ങനെ നാക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ വൈസ് ആ ഡിസൈൻ ഇങ്ങനെ വരുന്നതില്ല. അത് മാത്രമാണ് ഡിഫറൻസ്. പക്ഷേ ഒരു കളർ കോമ്പിനേഷൻ എക്സാക്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഈ കളർ മേളിലും ഈ ലൈറ്റ് ഷെയ്ഡ് താഴെയും വരുമെന്ന് മാത്രമേ ഉള്ളൂ. മൊബിസ്റ്റാറിൻ്റെ ലോഗോ അവിടെയുണ്ട്. ഫിംഗർ പ്രിൻറ്റ് റീഡർ. ഒരു കൈക്കകത്ത് ഒതുങ്ങുന്ന ഒരു ചെറിയ ഡിവൈസാണ് കേട്ടോ. നമ്മുടെ കൈക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിവൈസാണ്. ഏകദേശം നമ്മുടെ iPhone 6ൻ്റെ ആ ഒരു ലെവലിലേ വരത്തുള്ളൂ. എനിക്ക് ഈ ബാക്കിലത്തെ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബൂട്ട്. മൊബിസ്റ്റാർ ബ്രൈറ്റ്നസ് കുറച്ച് ഇച്ചിരി കൂടിയിരിക്കുകയാണ്, ഞാൻ റെഡിയാക്കാം. അപ്പോൾ പിന്നെ നമ്മൾ താഴെ നോക്കുകയാണ്. താഴെ ഒരു ലൈറ്റ്, എന്താ പറയുക, ഇതൊരു മെറ്റാലിക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാർജിങ് പോർട്ട് ഉണ്ട്. Type C ആണെന്നാണ് തോന്നുന്നത്. Type C അല്ല, നോർമൽ.
പിന്നെ നമുക്ക് ഇവിടെ സിമ്മ്, പിന്നെ മേളിലായിട്ട് ഹെഡ്ഫോൺ ജാക്ക്, വോളിയം റോക്ക്, പവർ ബട്ടൺ. അപ്പോൾ നമ്മുടെ ഡിവൈസ് ബൂട്ട് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സ്ക്രീനിലേക്ക് പോകാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ നോക്കുകയാണെങ്കിൽ പ്രിറ്റി ഗുഡ്. ഓറിയാണ് ഇതിൻ്റെ അകത്തുള്ളത്, ആൻഡ്രോയിഡ് ഓറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ഓറിയോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ആവുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് നമ്മളിതിൻ്റെ ഇത് പറഞ്ഞിരുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്നത് 3GB റാം വേരിയൻ്റാണ്. ഞാൻ നേരത്തെ 2GB എന്ന് പറഞ്ഞിരുന്നു, ഇത് 3GB ആണ് കേട്ടോ. അത് പുറത്തൊന്നും അതൊന്നും കാണിച്ചിരുന്നില്ല, എത്ര GB ആണെന്നുള്ളതൊന്നും കാണിച്ചിരുന്നില്ല. 3GB 32GB ആണ് ഇതിൻ്റെ ഒരു വേരിയൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 3GB അറ്റ്ലീസ്റ്റ് ഒരു ബഡ്ജറ്റ് ഫോണിൽ ഒരു 3GB കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി കൂൾ. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് എത്രത്തോളം സ്പീഡുണ്ട് എന്ന് നോക്കാം. ഒരു വലിയ സ്പീഡൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന സ്പീഡുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു 10,000 രൂപയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഫോണുകളിലും ഫിംഗർ പ്രിൻറ്റ് കാണത്തില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചുരുക്കം ചില ഫോണുകളെ കാണത്തുള്ളൂ ഫിംഗർ പ്രിൻറ്റും എല്ലാം വരുന്നത്. അപ്പോൾ എന്തായാലും മൊബിസ്റ്റാർ ഈ ഒരു 10,000 രൂപ റേറ്റിൻ്റെ അകത്ത് ഇത് കൊണ്ടുവന്നത് വളരെ നന്നായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നല്ലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ആൻഡ്രോയിഡ് ഓറിയോ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് ഫേസ് അൺലോക്ക്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് റീഡർ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസും വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. എല്ലാവരും നോച്ചൊക്കെ വരുന്നുണ്ട്. എന്തോ എനിക്ക് നോച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്നുണ്ട്. മോസ്റ്റ്ലി എനിക്ക് നോച്ച് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു നോർമൽ ഫോണുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു UI ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലോഞ്ചർ ഏതെങ്കിലുമൊക്കെ ലോഞ്ചേഴ്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. 3GB ഒരു അത്യാവശ്യം സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് പ്രിറ്റി ഗുഡ്. കാരണം നമ്മളിതിൻ്റെ പ്രൈസാണ് നോക്കേണ്ടത്. കാരണം അവരെപ്പോഴും പറയുന്നത് ഈ ഒരു സ്പെസിഫിക്കേഷൻ ആൻഡ് പ്രൈസാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. കാരണം ഈ ഒരു സ്പെസിഫിക്കേഷനിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നു 10,000 രൂപയ്ക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് കിട്ടുന്നത്. ഓഫ്ലൈൻ സെല്ലിംഗ് ഫോണാണ് ഇത്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളയും എല്ലായിടത്തുമുള്ളയും ഷോപ്പുകളിൽ ഇതെത്തും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് കിട്ടില്ല. ഓൺലൈനായിട്ടാണ് മോസ്റ്റ്ലി മൊബിസ്റ്റാറിൻ്റെ എല്ലാ ഫോണുകളും വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഓഫ്ലൈൻ ഫോണാണ്. ഇത് ഓഫ്ലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഓഫ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബിസ്റ്റാറിൻ്റെ X1 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആസ്ഫാൽറ്റ് നൈട്രോ എന്ന് പറയുന്ന കുറേ ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് പ്രിറ്റി ഗുഡ് ഫോൺ. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റാലിക് അല്ല, ഇത് ഫൈബർ ആ ഒരു ടെക്സ്ചറാണ്. നമ്മുടെ ഓപ്പോയുടെ അത്ര വെയിറ്റ് പോലും ഫീൽ ചെയ്യുന്നില്ല. നല്ല ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല സ്മൂത്താണ്. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്താണ്. പിന്നെ കൈക്കകത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫോണാണ് കണ്ടോ. ഇത്രയും വരത്തുള്ളത് ഒരു കൈക്കകത്ത് ജസ്റ്റ് നമുക്ക് എല്ലായിടത്തും കൊണ്ട് നടക്കാം. അപ്പോൾ അങ്ങനെ പറ്റിയൊരു ഫോണാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി റിവ്യൂസുമായിട്ട് വരുന്നതായിരിക്കും.